ജാർഖണ്ഡ് സംസ്ഥാനത്തുകൂടിയുള്ള സഞ്ചാരം തുടരുകയാണ്. പ്രഭാതം. വെയിൽ തെളിഞ്ഞു വരുന്നതേയുള്ളൂ. നല്ല മൂടൽമഞ്ഞുണ്ട്. ഇന്ന് രണ്ടാം ദിവസം രാവിലെ രാജറപ്പ എന്ന സ്ഥലത്തെ ഒരു ക്ഷേത്രവും ചില ഉൾനാടൻ കാഴ്ചകളുമൊക്കെ തേടിയാണ് പോകുന്നത്. പ്രമോദാണ് ഡ്രൈവർ. പിന്നിൽ അജിത്. ഡോക്ടറും ആക്ടിവിസ്റ്റും പഴയ പത്രപ്രവർത്തകനുമൊക്കെയാണ് അജിത്. അദ്ദേഹത്തെ കൂടെ കൂട്ടിയാണ് ഞാൻ ഈ പ്രദേശങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായി പോകുന്നത്. വഴിക്കുള്ള ഒരു ഗ്രാമത്തിൽ ഡോക്ടർ അജിത്തിന്റെ ഒരു സുഹൃത്തുണ്ട്. ആ ഗ്രാമത്തിലിറങ്ങി സുഹൃത്തിനെ കൂടി കൂട്ടണം. അദ്ദേഹവും പഴയൊരു ആക്ടിവിസ്റ്റായിരുന്നു. പാതയോരങ്ങളിലും മുന്നിലെ മലകളിലുമെല്ലാം വനമാണ്. ഇങ്ങനെയാണ് ജാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ പൊതുവായ ഒരു ഭൂപ്രകൃതി. ഞങ്ങൾ മുറുബന്ദ എന്ന ഗ്രാമത്തിലെത്തി. ഈ ഗ്രാമത്തിലാണ് ഡോക്ടറുടെ സുഹൃത്തുള്ളത്. അജിത് ഇറങ്ങി മുൻപേ നടന്നു. ഇദ്ദേഹം മുൻപിവിടെ വന്നിട്ടുള്ളതാണ്. ഇത് GB ഹൈസ്കൂൾ മുറുബന്ദ. ചിത്താർപൂർ താലൂക്കിലെ ഗ്രാമമാണ് മുറുബന്ദ. അവിടെയുള്ള ഒരു കടയിലേക്ക് അജിത് കയറി ചെന്നു. അദ്ദേഹത്തിന് ഇവിടമെല്ലാം നല്ല പരിചയമാണ്. ഒരു കടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. ഈ കടയൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു വന്ന ആളുടേതാണ്. നന്ദകിഷോർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ചെറുപ്പക്കാരന്റെ പേര് രവീന്ദർ കുമാർ എന്നും. ഇയാളുടെ അച്ഛനാണ് അജിത്തിന്റെ സുഹൃത്ത് നന്ദകിഷോർ. അച്ഛൻ ടൗണിലേക്ക് പോയിരിക്കുകയാണ്. ഉടനെ വരുമെന്ന് പറഞ്ഞു രവീന്ദർ കുമാർ. അദ്ദേഹം ഞങ്ങൾ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും വന്നാൽ ഉടനെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്താൻ ഏൽപ്പിച്ചിട്ടുണ്ടത്രേ. പറമ്പിൽ കുറെ ആടുകളും വൈക്കോൽ തുറുവുമൊക്കെയുണ്ട്. ഈ പറമ്പെല്ലാം ഇവരുടേത് തന്നെയാണ്. കടയുടെ പിൻഭാഗത്തെ സ്ഥലമാണിത്. ആദിവാസികൾ തന്നെയാണിവർ. സന്താൾ ഗോത്രക്കാർ. ഇവിടുത്തെ ആദിവാസികൾ നമ്മുടെ നാട്ടിലേതുപോലെ ദരിദ്രരല്ല. ഇവരുടെ ഭൂമി കൈമാറാനാവില്ലെന്ന് 1900-ന്റെ ആദ്യ നാളുകളിൽ തന്നെ നിയമം വന്നിരുന്നു. അതിനാൽ മിക്ക ആദിവാസികളുടെയും ഭൂമി അവരുടെ കൈവശം തന്നെയുണ്ട്. വലിയ ഭൂവുടമകളാണ് പലരും. ഞങ്ങൾ വീടിനടുത്തേക്കെത്തി. 2 വീടുകൾ ചേർന്ന വലിയൊരു കോംപ്ലക്സ് ആണിത്. ഇവിടുത്തെ ഒരു രീതി വെച്ച് വലിയ വീട് തന്നെ. മുന്നിൽ ഒരു കാർ കിടക്കുന്നു. രവീന്ദർ കുമാർ വീട്ടിലേക്ക് കയറിപ്പോയി. ഞാൻ ആ പരിസരമൊക്കെ ഒന്ന് നിരീക്ഷിച്ചു. കുറെ ആടുകളും കോഴിയുമെല്ലാമുണ്ട്. നല്ലൊരു കർഷക കുടുംബം. വീടും പരിസരവുമൊക്കെ വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. രവീന്ദർ കുമാർ 2 കസേരകൾ എടുത്തുകൊണ്ടുവന്ന് മുറ്റത്തിട്ടു. തണുപ്പ് കാലത്ത് ഇവർ വീടിനകത്തല്ല വിരുന്നുകാരെ ഇരുത്തുക. വീടിന് പുറത്ത് വെയിലത്താണ്. അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നത് നന്ദകിഷോറിന്റെ മൂത്ത സഹോദരനും കുടുംബവുമാണത്രേ. അവിടെയുമുണ്ട് കുറെ ആടുകൾ. പല പല കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സ്. നന്ദകിഷോറിന്റെ സഹോദരന്റെ ഭാര്യയാണിത്. കറണ്ട് ഉൾപ്പെടെയുള്ള ഫെസിലിറ്റികളെല്ലാം ഉണ്ട്. ഈ ആദിവാസി ഗോത്രങ്ങളൊക്കെ തങ്ങളുടേതായ വിധത്തിൽ പരമാവധി വൃത്തി പാലിക്കുന്നവരാണ്. ജാർഖണ്ഡിലെ രീതി വെച്ച് ഇതാണ് ഇവിടുത്തെ ഭേദപ്പെട്ട ഒരു ഗ്രാമീണ വീട്. അതായത് ഇവിടുത്തെ നല്ല നിലവാരമുള്ള ഒരു ആദിവാസി കുടുംബത്തിന്റെ വീട്. നല്ല കർഷകരാണ് ഇവരെല്ലാം. ഏക്കറുകളോളം കൃഷിഭൂമിയുള്ളവർ. ഒരു കയറ്റുകെട്ടിൽ ചാരി വെച്ചിരിക്കുന്നു. ഞങ്ങൾക്കിരിക്കാൻ കൊണ്ടുവന്നിട്ട കസേരയിൽ ഒരു ആട്ടിൻകുട്ടി അവകാശം സ്ഥാപിച്ചു. ഞങ്ങൾ അങ്ങനെ നിൽക്കെ രവീന്ദർ കുമാർ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്നു. രവീന്ദർ കുമാറിന്റെ 2ാമത്തെ കുട്ടിയാണിത്. അവനുണ്ടായിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ആൾ നല്ല ഉറക്കമാണ്. എന്നെ കാണിക്കാനായി എടുത്തുകൊണ്ടുവന്നതാണ് കുഞ്ഞിനെ. മൂത്ത ഒരു കുട്ടി കൂടിയുണ്ട്. അവൻ രാവിലെ സ്കൂളിലേക്ക് പോയിരിക്കുന്നു. 1ാം ക്ലാസ്സിലാണ് മൂത്ത കുട്ടി പഠിക്കുന്നത്. നന്ദകിഷോർ വരുമ്പോഴേക്കും ഇവരുടെ കൃഷിയിടമൊന്ന് കാണാമെന്ന് പറഞ്ഞ് അജിത് മുൻപേ നടന്നു. ഇതെല്ലാം നന്ദകിഷോറിന്റെ ഭൂമിയാണ്. ഗ്രീൻ പീസ് ആണിത്. പട്ടാണിക്കടല എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ഗ്രീൻ പീസ്. ഇവരുടെ പ്രധാന കൃഷി അതാണ്. ഗ്രീൻ പീസിന് നല്ല വില കിട്ടുന്നുമുണ്ട്. ഇതെല്ലാം നന്ദകിഷോറിന്റെ കുടുംബത്തിന്റെ കൃഷിയിടമാണ്. 2-3 ഏക്കർ ഭൂമിയുണ്ട് ഇവർക്ക്. ഞാൻ ആ കൃഷിയിടത്തിന്റെ വരമ്പുകളിലൂടെ നടന്നു. ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ ഗ്രാമീണ ബാല്യകാലം ഓർമ്മയിൽ വരികയാണ്. നല്ല കൃഷി നടക്കുന്ന ഇത്തരം വയലുകൾ കാണുമ്പോൾ നമുക്കൊരു കൊതിയാണല്ലോ. പണ്ട് കേരളത്തിലും ഇങ്ങനെയുള്ള കാഴ്ചയുണ്ടായിരുന്നു. ഇപ്പോൾ അത്ര വിപുലമായി കൃഷി നടക്കുന്നില്ല. അടുത്ത കൃഷിക്കായി ഒരുക്കിയിട്ടിരിക്കുന്ന പാടം ഒരു വശത്ത്,
മറുവശത്ത് ഗ്രീൻ പീസ് തഴച്ചു വളരുന്നു. അതിന് നടുവിലൂടെയുള്ള വയൽ വരമ്പുകളിലൂടെയൊക്കെ പ്രഭാതത്തിന്റെ തണുപ്പിൽ ഞാൻ നടന്നു. ഒരേ തരം കൃഷിയല്ല വയലിൽ. കുറച്ചങ്ങ് ചെല്ലുമ്പോൾ പലതരം വിളകൾ കാണുന്നുണ്ട്. എല്ലാ ആഴ്ചയും എന്തെങ്കിലുമൊക്കെ വിളവെടുക്കാൻ കഴിയുമെന്നതാണ് ഈ കൃഷിരീതിയുടെ ഗുണം. നല്ല തൊടുത്ത ക്യാബേജ് വിളവെടുപ്പിന് പാകമായി അങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെയുള്ള മിക്സഡ് കൃഷിരീതി ഇവർക്ക് എല്ലാ കാലത്തും വരുമാനം നൽകുന്നുണ്ട്. ഇത് സവോളയുടെ കൃഷിയാണ്. അതിങ്ങനെ കാണുമ്പോൾ ഞാറു നട്ടതാണെന്ന് തോന്നും. ഇതാകട്ടെ ക്യാരറ്റ് കൃഷിയാണ്. വലിയൊരു കണ്ടത്തിൽ ക്യാരറ്റ് വളരുന്നുണ്ട്. ഇതും വിളവെടുപ്പിന് പാകമായി വരികയാണ്. മഞ്ഞപ്പൂവണിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് കടുകുചെടികൾ. എണ്ണയ്ക്ക് വേണ്ടിയാണ് ഇവർ കടുക് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഞാൻ അതൊക്കെ കണ്ടങ്ങനെ നിൽക്കുമ്പോൾ വരമ്പിലൂടെ ഒരു കർഷകൻ വരുന്നു. കർഷകരൊക്കെ ആധുനിക വേഷത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കൊണ്ടുനടക്കാൻ എളുപ്പമുള്ള ചുരുളൻ ഹോസ് പോലുള്ള സാമഗ്രികളൊക്കെ ഇവർ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. കർഷകന്റെ ഭാര്യ 2 തൂമ്പകളുമായി വരുന്നു. ലളിതാദേവി എന്നാണ് പേരെന്ന് പറഞ്ഞു. ഒരു കൈയിൽ പല്ല് തേക്കാനുള്ള കോലൊക്കെയായിട്ടാണ് പോകുന്നത്. പല്ല് തേച്ചു നിൽക്കുമ്പോഴാവണം തൂമ്പയുമായി വരാൻ പറഞ്ഞ് ഭർത്താവ് പാടത്തേക്ക് വിളിച്ചത്. രാവിലെ വെയിലുറയ്ക്കുന്നതിനു മുൻപ് പണിക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കർഷക ജീവിതം. ഇവരുടേത് കുറച്ച് ഭേദപ്പെട്ട ജീവിത നിലവാരമാണെന്ന് മനസ്സിലായി. ഈ നട്ടിരിക്കുന്നത് ബീട്രൂട്ടാണ്. അതും വിളവെടുപ്പിന് പാകമായി വരുന്നു. വലിയൊരു കണ്ടം നിറയെ ബീട്രൂട്ട് കൃഷിയാണ്. കിഴങ്ങുവർഗ്ഗങ്ങളും പയർവർഗ്ഗങ്ങളും ധാന്യങ്ങളുമായി എല്ലാത്തരം വിളകളുമുണ്ട് ഒരു കൃഷിയിടത്തിൽ. തൊട്ടപ്പുറത്തെ കണ്ടത്തിൽ ഉരുളക്കിഴങ്ങാണ്. അതിനിടയിലും കടുകുചെടികൾ പൂത്തു നിൽപ്പുണ്ട്. ഞാനതെല്ലാം ഷൂട്ട് ചെയ്ത് നിൽക്കെ ഒരു പയ്യൻ വന്നു. ആദർശ് കുമാർ എന്നാണ് ഇവന്റെ പേര്. 11ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഈ കിണറ്റിൽ നിന്നാണ് കൃഷിയിടം നനയ്ക്കാനുള്ള വെള്ളമെടുക്കുന്നത്. 2-3 കുടുംബക്കാർക്ക് പൊതുവായുള്ള കിണറാണ്. ലളിതാദേവി പല്ല് തേപ്പ് തുടരുന്നു. നന്ദകിഷോറിന്റെ ഒരു ബന്ധു തന്നെയാണ് ആദർശ് കുമാർ. ഈ കണ്ടത്തിൽ കൃഷി ചെയ്യുന്നത് വെളുത്തുള്ളിയാണ്. തൊട്ടപ്പുറം കൊയ്ത്തു കഴിഞ്ഞ വലിയൊരു ഗോതമ്പ് വയൽ കാണാം. ഗോതമ്പും നെല്ലും ആ വയലിൽ ഇവർ മാറി മാറി കൃഷി ചെയ്യുന്നുണ്ട്. ഇന്നെന്താണ് സ്കൂളിൽ പോകാത്തതെന്ന് ഞാൻ ആദർശ് കുമാറിനോട് ചോദിച്ചു. അപ്പോഴാണ് സ്കൂളിലെ ഒരു സിസ്റ്റം പറഞ്ഞു തന്നത്. കൃഷിയിടത്തിൽ രക്ഷിതാക്കളെ സഹായിക്കേണ്ട ദിവസം ഇവർ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി, സ്കൂളിൽ പോകേണ്ട. കൃഷിക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോയില്ല. അതിന് അവധി കിട്ടും. സ്റ്റഡി ലീവ് പോലെ വല്ലതുമാണോ എന്ന് ഞാൻ ചോദിച്ചു. സ്റ്റഡി ലീവല്ല, ഇവിടെ അങ്ങനെ വീട്ടിലിരുന്ന് പഠിക്കാമെന്നാണ് പറയുന്നത്. ഏതായാലും പുതിയ തലമുറ ഇവിടെ കൃഷിയിൽ ഇടപെടുന്നു എന്നത് ആശ്വാസമാണ്. കേരളത്തിൽ സാധാരണഗതിയിൽ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കൃഷി ഇറക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാനാവുമോ? രാവിലെ തന്നെ ഇവൻ തന്റെ കുടുംബത്തിന്റെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ആൾ മിടുക്കനാണ്. നേർത്ത മഞ്ഞിലൂടെ കൊയ്ത്തു കഴിഞ്ഞ പാടം ഒരു മനോഹര കാഴ്ചയാവുന്നു. ഡിസംബറോടെ ഇവിടെ കൊയ്ത്തു കഴിയും. ക്യാബേജ് നട്ട കണ്ടങ്ങൾ ആദർശ് കുമാറിന്റെ കൃഷിയിടത്തിലുമുണ്ട്. ഇതാകട്ടെ കോളിഫ്ലവറാണ്. ഇവിടെ ഇല്ലാത്ത കൃഷി ഒന്നുമില്ല. നല്ല രീതിയിൽ പടുത്തുണ്ടാക്കിയ കിണറാണ്. അതിൽ യഥേഷ്ടം വെള്ളവുമുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷികളുടെ നനയ്ക്കലൊക്കെ കൃത്യമായി നടക്കും. ഞാനങ്ങനെ വയലിലൂടെ ഒന്ന് ചുറ്റി നടന്നപ്പോഴേക്കും ഡോക്ടർ അജിത്തിന്റെ സുഹൃത്തെത്തി. ഇതാണ് നന്ദകിഷോർ. ഇദ്ദേഹം ചന്തയിൽ പോയതായിരുന്നു. ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഇദ്ദേഹവും. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. നന്ദകിഷോറും പഴയൊരു ആക്ടിവിസ്റ്റാണ്. പ്രവർത്തനത്തിന്റെ തീവ്രത എത്രയായിരുന്നെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ അത്തരം പ്രവർത്തനങ്ങളൊന്നുമില്ല. ആക്ടിവിസ്റ്റായിരുന്ന കാലത്ത് നന്ദകിഷോറും അജിത്തുമൊക്കെ സഹപ്രവർത്തകരായിരുന്നു. ഇവരുടെ യൗവനകാലത്തെ ആവേശമായിരുന്നു അതൊക്കെ. ഇപ്പോൾ 10-15 വർഷമായി അത്തരം പ്രവർത്തനങ്ങളെല്ലാം നിർത്തിയിരിക്കുകയാണ്. കൃഷിയും മറ്റുമായി തങ്ങളുടേതായ ലോകത്ത് ഒതുങ്ങിക്കഴിയുകയാണ്. बेटा है, 2 ठो बेटा 2 ठो बहू 4 ठो नाती
पत्नी ഞങ്ങൾ പാടത്തു നിന്നും വീണ്ടും വീട്ടുമുറ്റത്തേക്ക് കയറി. 2 പശുക്കളും 40ഓളം ആടുകളുമുണ്ട് ഇവർക്ക്. പിന്നെ കുറെ കോഴികളും. പശുവിന് കറവയുള്ളതാണോ എന്ന് ഞാൻ ചോദിച്ചു. ഒന്നിനെയേ കറക്കുന്നുള്ളൂ. അത് ഈയിടെ പ്രസവിച്ചതാണ്. മറ്റൊരു പശു ഗർഭിണിയാണ്. രാവിലെ തന്നെ പശുവിന് കാടിവെള്ളം കൊടുത്തിട്ടുണ്ട്. പശു, ആട്, കോഴി, പലതരം കൃഷികൾ എന്നിവയെല്ലാമുള്ള സമ്പൂർണമായ ഒരു കർഷക കുടുംബമാണ് നന്ദകിഷോറിന്റേത്. അത്യാവശ്യം സമ്പന്നമായ കുടുംബം. 2 മക്കളാണ് നന്ദകിഷോറിനുള്ളത്. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് ചെന്നു. ഈ വീട്ടിലെ അംഗങ്ങൾക്കെല്ലാം സുപരിചിതനാണ് ഡോക്ടർ അജിത്. നന്ദകിഷോർ വസ്ത്രം മാറി ഞങ്ങളോടൊപ്പം പോരാൻ ഒരുങ്ങുകയാണ്. രവീന്ദ്രകുമാറിന്റെ ഭാര്യ കുഞ്ഞുമായി തിണ്ണയിലുണ്ട്. അടുത്തു നിൽക്കുന്നതാണ് നന്ദകിഷോറിന്റെ ഭാര്യ സുമിത്രാ ദേവി. അവർ കറിക്ക് ഒരുക്കുകയായിരുന്നു. സബ്ജി ഉണ്ടാക്കാനുള്ള ഒരുക്കം. ഉരുളക്കിഴങ്ങും പപ്പായയുമൊക്കെയാണ് തൊലി കളഞ്ഞ് മുറിച്ചു വെച്ചിരിക്കുന്നത്. ഇവരുടെ പാടത്ത് നിന്ന് തന്നെ മൂപ്പത്താത്ത ഉരുളക്കിഴങ്ങ് എടുത്തുകൊണ്ട് വന്നതാണ്. അടുപ്പത്ത് എന്തോ വെന്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. പണ്ട് അജിത് ഇവിടെ പതിവായി വരുമായിരുന്നു. ആക്ടിവിസ്റ്റായിരുന്ന കാലത്തായിരുന്നു അത്. അന്ന് ഈ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുമുണ്ട്. പിന്നീട് ആക്ടിവിസം ഉപേക്ഷിച്ചപ്പോൾ ഈ വഴിക്കൊക്കെ വരുന്നത് കുറഞ്ഞു. അജിത്തും പഴയ ഓർമ്മകളൊക്കെ പങ്കുവെക്കുന്നു. ഇപ്പോൾ ഈ സുഹൃത്തുക്കൾക്ക് പ്രായമായി. അജിത് ഹോമിയോ ഡോക്ടറുടെ ജോലിയും നന്ദകിഷോർ കൃഷിപ്പണിയും ചെയ്യുന്നു. ആ കഥകളൊക്കെ അവിടെ നിന്നും പറഞ്ഞു. നല്ലൊരു വീട്ടമ്മയാണ് സുമിത്രാ ദേവി. ഭർത്താവ് ആക്ടിവിസവുമായി നടന്ന കാലത്തും ഈ കർഷക കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയവൾ. കാറിന്റെ ബോണറ്റിലാണ് മുളക് ഉണങ്ങാൻ വെച്ചിരിക്കുന്നത്. മുകളിൽ ഒരു പാത്രത്തിൽ കടുകും ഉണങ്ങാനിട്ടിട്ടുണ്ട്. അടിച്ചുവാരി വെക്കുന്നതും കാറിന് മുകളിൽ തന്നെ. ഇവിടുത്തെ ഒരു രീതി ഇങ്ങനെയാണ്. 2-3 കസേര കൊണ്ടുവന്ന് മുറ്റത്തിട്ടു. തണുപ്പ് കാലത്ത് വീട്ടിൽ അതിഥികൾ വന്നാൽ വെയിലുള്ളിടത്ത് കസേരയിടും. അതാണ് അവർക്ക് കിട്ടുന്ന ആദരവ്. ഞാൻ നന്ദകിഷോറിന്റെ ചേട്ടന്റെ വീട്ടിലേക്ക് ചെന്നു. ചേട്ടന്റെ ഭാര്യ ആട്ടിൻകൂട് വൃത്തിയാക്കുകയാണ്. ഈ കെട്ടിടത്തിലാണ് ആടുകളെ പാർപ്പിക്കുന്നത്. ഞാനൊന്ന് പരിചയപ്പെട്ടു. എന്റെ ഹിന്ദി അത്ര പോരാ എന്നതുകൊണ്ട് ആദ്യമൊന്നും പറഞ്ഞത് പരസ്പരം മനസ്സിലായില്ല. ഇത്തരം നാടുകളിൽ വന്നാൽ 2-3 ദിവസമെടുക്കും എനിക്ക് ഹിന്ദി ഓർമ്മയിൽ നിന്നൊന്ന് പൊടി തട്ടിയെടുക്കാൻ. അതുകൊണ്ട് ആദ്യത്തെ 1-2 ദിവസം കമ്മ്യൂണിക്കേഷൻ അല്പം ബുദ്ധിമുട്ടാണ്. അനന്യാദേവി എന്നു പേര്. ആടിനെയൊക്കെ പുറത്തിറക്കി നിർത്തിയാണ് കൂട് വൃത്തിയാക്കുന്നത്. ചേട്ടന്റെയും അനിയന്റെയും വീടിന്റെ പരിസരം മുഴുവൻ ആടുകളാണ്. മുറ്റത്തൊരിടത്ത് ഒരു കുട്ട കൊണ്ട് എന്തോ മൂടി വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ കോഴിയാണെന്ന് എനിക്ക് തോന്നി. അകത്തുനിന്ന് കുഞ്ഞുങ്ങളുടെ ചിലപ്പ് കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും നന്ദകിഷോറിന്റെ ചേടത്തിയമ്മ വന്ന് കുട്ട പൊക്കി മാറ്റി. പ്രതീക്ഷിച്ചത് തന്നെ. ഒരു തള്ളക്കോഴിയും കുറെ കുഞ്ഞുങ്ങളും. ഈ അടുത്ത ദിവസം വിരിഞ്ഞിറങ്ങിയതാണ്. ഒരാഴ്ചയിൽ കൂടുതൽ വളർച്ചയില്ല കുഞ്ഞുങ്ങൾക്ക്. ഇതൊക്കെ എന്നെ ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കോഴി അടയിരിക്കുമ്പോൾ മുട്ട വിരിയുന്നത് കാത്തിരിക്കുന്നതും വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് സ്കൂളിൽ പോകാതെ ഇരുന്നതുമെല്ലാം. ആട്ടിൻ കുഞ്ഞുങ്ങൾ, കോഴിക്കുഞ്ഞുങ്ങൾ. ശരിക്കും ഇതെല്ലാം ചേർത്ത് നല്ലൊരു ടൂറിസം ആക്ടിവിറ്റി ആക്കാവുന്നതാണ്. വീടിന്റെ ഒരു മുറി വൃത്തിയാക്കിയിടുക. ഇവരുടെ കാർഷിക വൃത്തി കണ്ടുകൊണ്ടും അതിൽ പങ്കെടുത്തുകൊണ്ടും കുറേ ദിവസം താമസിക്കാം. അതൊക്കെയാണ് ശരിക്കും റൂറൽ ടൂറിസം. കേരളത്തിലും റെസ്പോൺസിബിൾ ടൂറിസം അങ്ങനെയാണ് വരേണ്ടത്. അടിച്ചുവാരിയെടുത്ത ആട്ടിൻകാഷ്ടവും പുൽക്കഷ്ണങ്ങളുമെല്ലാമായി അനന്യാദേവി പോകുന്നു. അത് കൃഷിയിടത്തിൽ കൊണ്ടുപോയി ഇടാൻ പോവുകയാണ്. വീടിനോട് ചേർന്നുള്ള ഒരു ചായ്പിലുമുണ്ട് കുറേ ആടുകൾ. ഇവിടെ ആടിന് വലിയ ഡിമാൻഡുണ്ട്. അതിന്റെ കാരണം അടുത്ത എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. അടുത്ത കാലത്ത് ജനിച്ച ഒരു പശുക്കിടാവുണ്ട് ഇവിടെ. കുസൃതി മാറാത്ത പ്രായം.
പക്ഷേ കഴുത്തിൽ കയർ കെട്ടിക്കഴിഞ്ഞു. 2 മൊന്തകളിൽ വെള്ളവുമായി രവീന്ദ്രകുമാർ വന്നു. മുറ്റത്ത് ഒരു മേശ സെറ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ്. ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ഞാൻ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇതിവരുടെ സൽക്കാരമാണ്. പലഹാരങ്ങൾ എത്തി. ആലു ചോപ്പ് എന്ന പലഹാരമാണ്. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് കുഴച്ച് ഉണ്ടയാക്കി മാവിൽ മുക്കി എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് ആലു ചോപ്പ്. ഉരുളക്കിഴങ്ങിന്റെ കട്ട്ലറ്റ് പോലെ. അത് ഇവരുടെ പ്രഭാത ഭക്ഷണമാണ്. നന്ദകിഷോർ വേഷമൊക്കെ മാറി ഒരുങ്ങിക്കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു. ചുട്ടെടുത്ത ആലു ചോപ്പ് അപ്പോൾ തന്നെ നല്ല ചൂടോടെ കൊണ്ടുവരുന്നു. അജിത് അപ്പോഴേക്കും ഡ്രൈവറെ ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞു. മൊന്തയിലെ വെള്ളം കൊണ്ട് മുറ്റത്തിന്റെ ഒരരികിൽ കൈ കഴുകി. മുറ്റത്തിരുന്ന് തന്നെ വേണം കഴിക്കാൻ. തണുപ്പുള്ള ഈ പ്രഭാതത്തിൽ വെയിലേറ്റിരിക്കാൻ നല്ല സുഖമാണ്. ഡ്രൈവർ പ്രമോദും വന്നെത്തി. മൊന്തയിലെ വെള്ളവുമായി അയാളും കൈ കഴുകാൻ പോയി. ജാർഖണ്ഡിലെ ഒരു തനി ഉൾഗ്രാമത്തിലെ വീട്ടുമര്യാദകളും ആതിഥ്യവും സൽക്കാരവുമെല്ലാമാണ് ഞാൻ കാണുന്നത്. ജാർഖണ്ഡിൽ ലോകാത്ഭുതങ്ങളൊന്നും വേണമെന്നില്ല. ഇതുതന്നെയാണ് ടൂറിസത്തിന്റെ സാധ്യതകളും. നമുക്കും ഉൾഗ്രാമങ്ങളിൽ ടൂറിസം രംഗത്ത് ഇതെല്ലാം നടപ്പാക്കാം. ഞങ്ങൾ ആലു ചോപ്പ് കഴിച്ചു. അതിന്റെ കൂടെ ടൊമാറ്റോ ചട്നിയുമുണ്ട്. ഇത് കൂട്ടി വേണം കഴിക്കാൻ. നല്ല രുചിയാണ് ആലു ചോപ്പിന്. ഞാനും കഴിച്ചു 2-3 എണ്ണം. ആലു ചോപ്പ് ഒന്ന് പിളർന്ന് അതിൽ തക്കാളി ചട്നി കോരിയൊഴിച്ച് ഇങ്ങനെ വേണം കഴിക്കാൻ. വെയിലത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ അത് ആസ്വദിച്ചു കഴിക്കുകയാണ്. എത്ര എണ്ണം വേണമെങ്കിലും കഴിക്കാമെന്ന് തോന്നും. അത്രയ്ക്ക് രുചിയുണ്ട്. നല്ല ചൂടോടെ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. ചട്നി കൂട്ടിക്കഴിക്കാൻ നന്ദകിഷോർ പിന്നിൽ നിന്ന് നിർബന്ധിക്കുന്നുണ്ട്. പ്രമോദ് വന്ന് കുറച്ച് ടൊമാറ്റോ ചട്നി ഒരു പ്ലേറ്റിലേക്ക് കോരിയിട്ടു. ഭക്ഷണം കഴിക്കുമ്പോൾ എളിമയും ഭവ്യതയും ഒന്നും വേണ്ടെന്നാണ് പ്രമോദിന്റെ അഭിപ്രായം. ആലു ചോപ്പ് ഇങ്ങനെ നന്നായി ചട്നി കൂട്ടിക്കഴിക്കണം. വൃത്തിയാണ് ഇവിടുത്തെ ഗോത്രജീവിതത്തിൽ ഏറ്റവും പ്രധാനം. വീടും പരിസരവും കാണുമ്പോൾ വലിയ പൊലിമയില്ലെങ്കിലും എല്ലായിടവും നല്ല വൃത്തിയോടെ പരിപാലിക്കുന്നുണ്ട് ഇവർ. നന്ദകിഷോറിന്റെ വീട് കോൺക്രീറ്റ് ചെയ്തതാണെങ്കിലും ഇവിടുത്തെ ട്രഡീഷണൽ ഗോത്ര വീടുകൾ ഒരു നടുമുറ്റത്തോടെ 4 കെട്ടുപോലുള്ളവയാണ്. ഓടിട്ട വീടുകളാണത്. സന്താൾ ഉൾപ്പെടെയുള്ള മിക്ക ഗോത്രക്കാരുടെയും വീടുകൾ അങ്ങനെയുള്ളവയാണ്. ഇവരെല്ലാം നല്ല നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളുമാണ്. ചായയുമെത്തി. നല്ല രുചിയുള്ള ചൂട് ചായ. സന്താൾ, മുണ്ട, ഉറാവോ, ഹോ തുടങ്ങി ജാർഖണ്ഡിലെ ഗോത്രവിഭാഗങ്ങളെല്ലാം പരമ്പരാഗതമായുള്ള ജീവിത രീതികൾ ഇന്നും പിന്തുടരുന്നവരാണ്. പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്നവർ. നല്ല കുടുംബ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവർ. കൃഷിയിടവും വനവുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ ജീവിതം. വളരെ സിവിലൈസ്ഡ് ആണ് ഇവർ. അതിഥികളെ സ്വീകരിക്കാനും സൽക്കരിക്കാനും താൽപ്പര്യപ്പെടുന്നവർ. ഓരോ കമ്മ്യൂണിറ്റിയിലെയും അംഗങ്ങൾ തമ്മിലും ഊഷ്മളമായ ബന്ധമാണ് നിലനിൽക്കുന്നത്. മുണ്ട, ഉറാവോ തുടങ്ങിയ ഗോത്രവിഭാഗങ്ങൾക്ക് അവരുടേതായ ഭരണ സംവിധാനം തന്നെയുണ്ട്. ഒരു സഞ്ചിയും ചുരുട്ടിയെടുത്ത് നന്ദകിഷോർ വന്നു. ഞങ്ങൾ യാത്ര പറഞ്ഞ് ആ വീട്ടിൽ നിന്നിറങ്ങി. ഇനി ആദ്യം പോകുന്നത് രാജ്റപ്പയിലെ ക്ഷേത്രത്തിലേക്കാണ്. അത് കഴിഞ്ഞ് ദാമോദർ നദി കുറുകെ കടക്കണം. ആ നദിയുടെ മറുകരയിൽ കുറേ ഗ്രാമങ്ങളുണ്ട്, ഗോത്രഗ്രാമങ്ങൾ. അവിടം സന്ദർശിച്ച് ആദിവാസികളുടെ ജീവിതം കാണണം. ആദിവാസികൾ എന്ന് കേൾക്കുമ്പോൾ ദാരിദ്ര്യവും പ്രാകൃത ജീവിതവും ഒന്നും പ്രതീക്ഷിക്കരുത്. പ്രത്യേകതകൾ ഏറെയുള്ള ആദിവാസി ജീവിതമാണ് അവിടുത്തേത്. ഹൈവേയിലൂടെ ടിപ്പറുകളും ട്രക്കുകളും സ്ഥിരമായി ഓടുന്നു. ജാർഖണ്ഡിലെ പ്രധാന ഹൈവേകളിൽ ഒന്നാണിത്. ഞങ്ങൾ പ്രമോദ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നിടത്തേക്ക് നടന്നു. ഇനി രാജ്റപ്പയിലെ ക്ഷേത്രത്തിലേക്ക്. ആ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വളരെ വിചിത്രമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ക്ഷേത്രമാണത്. ഇക്കാണുന്നത് ഇവിടുത്തെ സ്കൂളാണ്. ഇവിടെ നിന്നിനി 10 കിലോമീറ്ററിലധികം പോകണം രാജ്റപ്പയിലേക്ക്. അവിടുത്തെ മാ ചിന്നമസ്ത ക്ഷേത്രം ഷൂട്ട് ചെയ്യാനുള്ള അനുമതി വാങ്ങണം. നന്ദകിഷോറിന് അവിടെ ചില ബന്ധങ്ങളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൂടെ കൂട്ടിയത്. ഇതാണ് മുർബന്ദ ഗ്രാമത്തിന്റെ പ്രധാന അങ്ങാടി. ഗ്രാമത്തിലെ പ്രധാന സ്ഥാപനം നേരത്തെ കണ്ട സ്കൂളാണ്.
പിന്നെ കുറെ കടകളും വർക്ക്ഷോപ്പുകളുമൊക്കെയുണ്ട്. ചിത്താർപൂർ താലൂക്കിലെ ഒരു ഗ്രാമമാണ് മുർബന്ദ. 1100 ആളുകൾ വസിക്കുന്ന ഗ്രാമം. ചിത്താർപൂർ വലിയൊരു കാർഷിക പ്രദേശമാണ്. നെല്ലും ഗോതമ്പും വിവിധയിനം പച്ചക്കറികളും പയർവർഗ്ഗങ്ങളും ധാരാളമായി വിളയുന്ന പ്രദേശം. അതോടൊപ്പം കൽക്കരി ഖനനത്തിന്റെ ഒരു മേഖല കൂടിയാണിത്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സെൻട്രൽ കോൾ ഫീൽഡ്സ് ലിമിറ്റഡിന്റെ ഖനികൾ ചിത്താർപൂർ പ്രദേശത്തുണ്ട്. 18-ാം നൂറ്റാണ്ടിലാണ് മുർബന്ദ ഉൾപ്പെടുന്ന വലിയൊരു പ്രദേശം ചിത്താർപൂർ എന്നറിയപ്പെട്ടു തുടങ്ങിയത്. കാർ പ്രധാന ഹൈവേയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. ഇവിടെ നിന്ന് രാജ്റപ്പ മന്ദിറിലേക്ക് 10 കിലോമീറ്റർ ഉണ്ടെന്ന് ബോർഡ്. കൊയ്ത്തു കഴിഞ്ഞ കൃഷിയിടങ്ങളാണ്. അതിന്റെ കാഴ്ചയിൽ മുഴുകി രാജ്റപ്പയിൽ എത്തുന്നതും കാത്ത് ഞാനിരുന്നു. പാടശേഖരങ്ങൾക്കിടയിലൂടെ കാർ ഓടിക്കൊണ്ടേയിരുന്നു.